ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്, വെള്ളരിക്ക പച്ചടി കേട്ടോ. അപ്പൊ ഇന്ന് അവിട്ടൻ ദിവസത്തെ വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പൊ പച്ചടിക്കായിട്ട് ഇതില് നാളികേരവും പച്ചമുളക് പിന്നെ കുറച്ച് നമ്മുടെ കടുക് ഉണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വറുത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് അരക്കാട്ടോ. നല്ല മഷി പോലെ അരയ്ക്കാന്നൊക്കെ പറയില്ല, അതേപോലെ അരച്ചെടുക്കാം. എന്നിട്ട് അത് നമ്മൾ വേവിച്ച് വെച്ച വെള്ളരിക്കയിലേക്ക് അത് ചേർക്കാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ശരിയാക്കുക, ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ പച്ചമണൊക്കെ മാറി വരുമ്പോൾ, തിളച്ച് ആ പച്ചമണൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാക്കാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചടി, വെള്ളരിക്ക പച്ചടി. അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് കേട്ടോ വെള്ളരിക്ക പച്ചടി. അപ്പൊ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പരിപ്പാണ്. ഇവിടെ കുട്ടികൾക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പരിപ്പ് ഉണ്ടാക്കി. അപ്പോൾ പരിപ്പിന് ചെറുപയർ പരിപ്പാണ് എപ്പോഴും നമ്മൾ എടുക്കാറ്. അപ്പോൾ ചെറുപയർ പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മസൂർ ദാലാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് നാളികേരവും ജീരകവും പച്ചമുളകും കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിനുള്ള വെള്ളം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കുക. ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിക്കാത്തത്, നമ്മുടെ പരിപ്പ് ഞാൻ നെയ്യിലാണ് വറുത്തെടുത്തത്. ആ ടൈമിൽ എനിക്കൊരു കോൾ വന്നുകൊണ്ട് ആ വറുത്തെടുക്കുന്ന ഭാഗം റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നെയ്യിൽ വറുത്തെടുത്തോണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് ഞാൻ പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത്, ലാസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇടാം. താളിക്കേണ്ടവർക്ക് കടുക് വറക്കേണ്ടവർക്ക് കടുക് വറക്കാം. ഇന്നിപ്പോ ഞാൻ കടുകൊന്നും വറക്കുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് ഈ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നിങ്ങൾ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇടാം. അപ്പം ഇതാണ് നമ്മുടെ പരിപ്പ് കറി. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കറി കേട്ടോ. പിന്നെ ഞാനൊരു മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കി, ബീൻസ് മെഴുക്ക് വരട്ടി. അപ്പം നന്നായിട്ട് കൊത്തി അരിഞ്ഞ ബീൻസ്, ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ്, അത് ഞാൻ വേവിച്ചൊന്നും എടുക്കുന്നില്ല, കടുകൊക്കെ പൊട്ടിച്ച് ഇതിലേക്ക് വേണ്ടത് സവോള പിന്നെ പച്ചമുളക്, ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. കടുക് പൊട്ടിക്കുമ്പോൾ വറ്റൽമുളകും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വരുമ്പം അതിലേക്ക് കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈ ബീൻസും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ചിട്ട് വേവിക്കുക. അത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ ആവിയിൽ കിടന്ന് നമ്മുടെ ബീൻസ് നന്നായിട്ട് വെന്തോളും. പിന്നെ ഇതിലേക്ക് നാളികേരം ചേർക്കണം എന്നുള്ളവർക്ക് നാളികേരം ചേർക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ അവിട്ടം നാളത്തെ നമ്മുടെ ലഞ്ചിന്റെ വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾ എന്താണ് ലഞ്ചിന് കഴിച്ചതെന്ന് നിങ്ങൾ കമന്റ്സ് ആയിട്ട് പറയും കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.